വെൽക്കം ബാക്ക് ടു ബ്രാക്കറ്റ് ലൂപ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് എങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിൽ ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബിസിനസ് ഗൂഗിൾ മാപ്പിൽ വരാൻ വേണ്ടി എങ്ങനെയാണ് അത് ആക്റ്റീവ് ആക്കുക എന്നുള്ള ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ സ്റ്റെപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഗൂഗിൾ ബിസിനസ് ആപ്പ്. ആ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ നമ്മുടെ ബിസിനസ് ഗൂഗിൾ മാപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ പ്ലേ സ്റ്റോറിൽ കയറുക. എന്നിട്ട് നമ്മൾ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് പറഞ്ഞ ആപ്പ് സെർച്ച് ചെയ്തിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ഗൂഗിൾ മൈ ബിസിനസ് അതിൽ നമ്മൾ ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ഏതൊക്കെ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ടോ അതിൻ്റെ ലിസ്റ്റ് കാണിക്കുക. അതിൽ ഏത് അക്കൗണ്ട് വെച്ചിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെ ബിസിനസ്സിന് സ്വന്തമായിട്ടൊരു ബിസിനസ് ഇമെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ മെയിൽ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് ആ ബിസിനസ് മെയിൽ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതൊന്ന് നോക്കാം എങ്ങനെ ചെയ്യുക എന്നുള്ളത്. ഞാൻ ഈ ഗൂഗിൾ മൈ ബിസിനസ് ആപ്പ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ചൂസ് അക്കൗണ്ട് ഫോർ ഗൂഗിൾ മൈ ബിസിനസ് എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ബ്രാക്കറ്റ് ലൂപ്സിൻ്റെ അക്കൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്തു. ശേഷം അത് ലോഡാവുകയാണ്. അപ്പോൾ എന്നോട് ഇവിടെ ബിസിനസ്സിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ ബ്രാക്കറ്റ്സ് ലൂപ്പ് അടിക്കുക. ശേഷം നെക്സ്റ്റ് കൊടുക്കുകയാണ്. സ്ക്രീനിൻ്റെ ഏറ്റവും ബോട്ടം റൈറ്റിലായിട്ടാണ് നെക്സ്റ്റും ബോട്ടം ലെഫ്റ്റിലായിട്ടാണ് ബാക്ക് ബട്ടൺ കിടക്കുന്നത്. അപ്പോൾ ഇനി ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ആഡ് എ ലൊക്കേഷൻ കസ്റ്റമേഴ്സ് ക്യാൻ വിസിറ്റ് ലൈക്ക് എ ഷോപ്പ് ഓർ ഓഫീസ്? അപ്പോൾ അതിന് നമ്മൾ യെസ് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതൊരു ഷോപ്പല്ല, ഒരു വെർച്വൽ ബിസിനസ്, അതായത് ഒരു ഓൺലൈൻ കോമേഴ്സ് സൈറ്റ് മാരത്തെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നോ കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ ഇവിടെ യെസ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വാട്ട്സ് ദ അഡ്രസ്സ് എന്ന് ചോദിക്കണം. അപ്പോൾ നമ്മളുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് നമ്മൾ കൊടുക്കുക. ഈ രണ്ട് സ്റ്റെപ്പ് ഞാൻ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ആ അഡ്രസ്സ് കൊടുക്കാനുള്ള സ്ക്രീൻ കഴിഞ്ഞാൽ നേരെ നമ്മൾ പോകുന്ന അടുത്ത സ്ക്രീനിലാണ്. അപ്പോൾ അതിൽ നമ്മളോട് ചോദിക്കുന്നത് ഡു യു ആൾസോ സെർവ് കസ്റ്റമേഴ്സ് ഔട്ട്സൈഡ് ദിസ് ലൊക്കേഷൻ? നമ്മൾ ഇപ്പോൾ ഗൂഗിളിൽ കൊടുത്ത ലൊക്കേഷന് പുറത്ത് ഏതൊരു ലൊക്കേഷനിൽ നമ്മൾ സർവീസ് നടത്തുന്നുണ്ടോ എന്നാണ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ഈ ഒരു കേസിൽ ഞാൻ നോ ഐ ഡോണ്ട് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നിങ്ങളുടെ കേസ് എന്താണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് അടിക്കുക. അടുത്ത ചോദ്യം ഗൂഗിൾ നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ബിസിനസ് കാറ്റഗറി ഏതാണ്, അത് ഏതാണെന്നുള്ള കാറ്റഗറി ബെസ്റ്റ് കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്യാൻ പറയും. അപ്പോൾ എൻ്റെ കേസ് ആകുമ്പോൾ ടെക്നോളജി ആണ്. ടെക്നോളജിക്കൽ സർവീസസ് ആണ് ഞാൻ ചെയ്യുന്ന സർവീസ്. അപ്പോൾ ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഞാൻ നെക്സ്റ്റ് അടിച്ചു. അപ്പോൾ ഒരു മെയ്ക്ക് കണക്ഷൻ അത് ഓപ്ഷണലാണ്. ഒരു മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അഡ്രസ്സ് ഉണ്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ വെബ്സൈറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് രണ്ടും കൊടുക്കുക. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ബിസിനസ് ഒരാൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ബിസിനസ് കാർഡ് മാതിരി ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് കാർഡ് അപ്പിയർ ചെയ്യും ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ. ഇപ്പോൾ ബ്രാക്കറ്റ്സ് ലൂപ്പിൽ നിന്ന് ഇതിൻ്റെ അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ അത് അപ്രൂവ് ആയാലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ അഡ്രസ്സ് കൊടുത്ത അഡ്രസ്സിലേക്ക് ഗൂഗിൾ ഒരു വെരിഫിക്കേഷൻ കോഡ് പോസ്റ്റ് വഴി അയക്കും. അത് കൈപ്പറ്റി ആ പോസ്റ്റൽ കോഡ് നമ്മൾ ഈ ആപ്പിൽ വെരിഫിക്കേഷൻ ചോദിച്ച സ്ഥലത്ത്
അടിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ആപ്പ് വെരിഫൈ ആവുക. അത് ഞാൻ വെരിഫിക്കേഷൻ കോഡ് അടിക്കേണ്ട സ്ഥലം എവിടെയാണെന്നൊക്കെയാണ് ഇനി ഈ വീഡിയോൻ്റെ അടുത്ത ഘട്ടങ്ങളിൽ കാണിച്ചു തരാം. അപ്പോൾ ഒരു മേക്ക് എ കണക്ഷന് അതായത് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മൾ ബിസിനസ് കാർഡ് ഗൂഗിളിൽ അപ്പിയർ ചെയ്യുമ്പോൾ അതിൽ കോണ്ടാക്ട് ബട്ടണായിട്ട് മൊബൈൽ നമ്പറും ഉണ്ടാവും, അതുപോലെ തന്നെ വെബ്സൈറ്റും ഉണ്ടാവും. ഇത് കസ്റ്റമേഴ്സിനെ കൂടുതൽ നമുക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് ഗൂഗിളിൻ്റെ. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ബ്ലാങ്ക് ആക്കിയിടുകയാണ്. അപ്പോൾ ഇത് ഫൈനലൈസ് ചെയ്യാണ് നമ്മൾ. അപ്പോൾ ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചിട്ട് നമ്മൾ ശേഷം ഫിനിഷ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ അതിനുശേഷം വരുന്ന സ്ക്രീനിൽ എ പോസ്റ്റ് കാർഡ് ഈസ് കമ്മിങ്. 12 ദിവസത്തിനുള്ളിൽ ആ പോസ്റ്റ് കാർഡ് നമ്മുടെ വീട്ടിൽ എത്തുമെന്നാണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത അഡ്രസ്സിൽ എത്തുമെന്നാണ് അവർ പറയുന്നത്. ഈ 12 ദിവസത്തിന് ശേഷം നമ്മൾ ആ പോസ്റ്റ് കാർഡിൽ വരുന്ന വെരിഫിക്കേഷൻ കോഡ് എടുത്തിട്ട് നമ്മൾ ഈ ഗൂഗിളിൻ്റെ ആപ്പിൽ ഇവിടെ വെരിഫൈ എന്നുള്ളൊരു ഓപ്ഷൻ, ആ വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വെരിഫിക്കേഷൻ കോഡ് അടിക്കാനുള്ള പേജിലേക്കാണ് നേരെ പോവുക. ആ പേജിൽ നമ്മുടെ വെരിഫിക്കേഷൻ കോഡ് അടിച്ച് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഗൂഗിൾ വെരിഫൈ ചെയ്യും. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിത്തിൻ 15 to 20 ഡേയ്സിൽ ഗൂഗിൾ മാപ്പിൽ നമ്മുടെ ലൊക്കേറ്റ് ആവുകയും ചെയ്യും. വിത്തിൻ 1 to 2 ഡേയ്സിൽ ഗൂഗിൾ ബിസിനസ് കാർഡ് ഗൂഗിൾ സെർച്ചിൽ അപ്പിയർ ചെയ്യുകയും ചെയ്യും. 1 to 2 ഡേയ്സ് വേണ്ടി വരും, മിക്കവാറും ലെസ് ദാൻ ആണ് അതിൽ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കുക. ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.